This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. മുൻ KPCC അംഗം വി കൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TP ചന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു, ഗ്രാമപഞ്ചായത്ത് അംഗം അനീഷ് ആന്റണി, കോൺഗ്രസ് നേതാക്കളായ സലീം തേക്കാട്ടിൽ, PV ബാബു, ഷാജൻ ജോസ്, റോമി P ദേവസ്യ, കുട്ടിയച്ചൻ തുണ്ടിയിൽ, പ്രണവ് കരള, അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പിൽ, തോമസ് കൈപ്പനാനിക്കൽ, CT ആലീസ്, PP ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എക്കാലത്തെ മികച്ച ജനകീയ മുഖ്യമന്ത്രി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ 3ാം ചരമവാർഷികം ആചരിക്കുകയാണ്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറിനെ മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ഭരണാധികാരികളിൽ അല്ലെങ്കിൽ കേരള നേതാക്കളിൽ ഏറ്റവും ജനകീയത നേടിയ ഒരു നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത് നിരവധി നേതാക്കളെ സംഭാവന ചെയ്യുവാൻ മുൻകൈയെടുത്ത നേതാക്കളിൽ പ്രമുഖനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഒരു പ്രത്യേക പ്രവർത്തന ശൈലി കൊണ്ട് മുഴുവൻ മലയാളികളുടെയും ആദരവിനും സ്നേഹത്തിനും പാത്രീഭൂതനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേക്കാത്ത പ്രദേശങ്ങളുണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത മലയാളികളും ഉണ്ടാവില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി അഥവാ OC എന്ന് ചുരുക്കപ്പേരിൽ മലയാളികൾ ഏറ്റവും അടുത്തവർ വിളിച്ചു വരുന്ന ഉമ്മൻചാണ്ടിയുടെ 3ാമത് ചരമദിനമാണ്. അദ്ദേഹം മരിച്ചു എന്ന് ചിന്തിക്കാൻ പോലും ഇപ്പോഴും കഴിയാത്ത അവസ്ഥയിലാണ് നമ്മളൊക്കെ. കേരളീയർ ഇത്രയധികം മനസ്സിൽ സൂക്ഷിച്ച ഒരു പേര് മറ്റൊന്നുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളീയർ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമായിട്ടല്ല, കേരളത്തിലെ മൊത്തം ജനങ്ങളും മലയാളികൾ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ച ഒരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയേക്കാൾ പ്രഗത്ഭരായ ഭരണാധികാരികൾ, മുഖ്യമന്ത്രിമാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും അവരോടുള്ളതിനേക്കാൾ സ്നേഹം കേരളത്തിലെ മറ്റു വിഭാഗത്തിൽപ്പെട്ടവർ കൂടി കാണിക്കുന്ന ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. ആ ശങ്കരനെ പോലെ, അതുപോലെ പട്ടംതാണിപ്പിള്ളയെ അതിനുശേഷം നമ്മുടെ കരുണാകരൻ ലീഡറിനെ പോലെ അതിപ്രശസ്തരായ ഒരുപാട് മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായി. എന്നാൽ എല്ലാവരെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും സ്നേഹം സമ്പാദിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് എന്ന നിലയിലാണ് മലയാളികൾ ഉമ്മൻചാണ്ടിയെ കാണുന്നത്. തൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ MLA ആകാനും കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് പല മേഖലകളിലുമായി പ്രവർത്തിക്കാനും പിന്നീട് മുഖ്യമന്ത്രിയായി വിരാജിക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു വലിയ നേതാവാണ്. ഒരുപക്ഷെ ലോകത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് അംഗീകാരം കിട്ടുന്ന ആ സ്ഥാനം, പദവി ഉമ്മൻചാണ്ടിക്ക് മാത്രമുള്ളതായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ലോക ജനതയ്ക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ഭരണ ആയിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലോകം അദ്ദേഹത്തിന് ഏറ്റവും നല്ല മുഖ്യമന്ത്രി ഭരണാധികാരി എന്ന് അംഗീകാരം നൽകിയത് അദ്ദേഹത്തിൻ്റെ
ജനസമ്പർക്ക പരിപാടിയിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു. പാവപ്പെട്ട ആളുകൾക്ക് തന്നെ കാണുന്ന ആ സന്ദർഭത്തിൽ തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഓൺ ദ സ്പോട്ടിൽ തീരുമാനമുണ്ടാക്കാൻ ഇടപെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തെ ഇത്രയും ജനപ്രിയനാക്കിയ സംഭവം. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചത് നമ്മളെല്ലാം ജനകീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ 3ാമത് അനുസ്മരണ ദിനത്തിലാണ് നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത്. ഇപ്പം കേരളത്തിലൊട്ടാകെ ഇതേ സമയത്ത് നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് കോൺഗ്രസിൻ്റെയും ഉമ്മൻചാണ്ടിനെയും സ്നേഹിക്കുന്ന പ്രവർത്തകരുമെല്ലാം ഈ അനുസ്മരണ ചടങ്ങുമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടിയുടെ 2015-16 കാലഘട്ടം ഈ മലയാളക്കരയ്ക്ക് എത്രമാത്രം പ്രാധാന്യപ്പെട്ടതാണ് എന്നിവിടെ സൂചിപ്പിച്ചു വരുന്നു. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ലോക നിലവാരത്തിന് അംഗീകാരം നേടിയ ജനസമ്പർക്ക പരിപാടി ഉൾപ്പെടെ കേരളത്തിൻ്റെ ഇന്ന് ഏറ്റവും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ കൊച്ചി മെട്രോ ഉൾപ്പെടെ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ എന്തിനാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനുമെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രിയായ ജനകീയ മുഖ്യമന്ത്രിയായ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ആ നേതൃത്വ പാഠവും നമുക്കെല്ലാം നേരിട്ട അനുഭവങ്ങളാണ്. നമ്മുടെ ഈ ചെറുപുഴയിൽ നിന്നും നമ്മൾ ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ നിരവധിയായ പ്രവർത്തകർ ജനസമ്പർക്ക പരിപാടിയായിട്ട് അന്ന് കണ്ണൂർ ജില്ലയിൽ വന്നപ്പോൾ നിരവധിയായ സാധാരണക്കാരായ ആളുകൾക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുമ്പോൾ ആ വേദിയിൽ വെച്ച് തന്നെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിഞ്ഞ ഒരു ജനകീയനായ മുഖ്യമന്ത്രിയാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ കൃഷ്ണൻ മാസ്റ്റർ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരാളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മരണത്തിലൂടെ ഇതിഹാസം രചിച്ചൊരു മനുഷ്യനാണ്. നമുക്കറിയാം, ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടി നാട്ടിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളിലും സഹായങ്ങളെല്ലാം തന്നെ നമുക്കറിയാമെങ്കിൽ പോലും അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ആരായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാവും. ഞാനത് പറയാൻ കാരണം, ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള അനുസ്മരണങ്ങളിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു അനുസ്മരണം അല്ലെങ്കിൽ ഒരു സംഭാഷണം, ഒരു വർത്തമാനം ശ്രീ പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങളാണ്. ഉമ്മൻചാണ്ടിയെ കുറിച്ച് നമ്മളിവിടെ കൂടുതലായൊന്നും അറിയാത്തൊരാരുമില്ല, കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എങ്കിലും പറയാനുള്ള ഒരു കാര്യം, എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം, ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു നേതാവിൻ്റെ അനുസ്മരണ പരിപാടി നമ്മൾ ഇതുപോലെ ഓഫീസിനകത്ത് നിന്ന് അപ്പോൾ നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറ് എന്ന് പറയുന്നത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ 3ാം ചരമ വാർഷികം കൂടിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം. ഇവിടെ നിന്നൊരു അനുസ്മരണം സംഘടിപ്പിച്ച മണ്ഡലം നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിരുന്ന, മുൻ മുഖ്യമന്ത്രിയായിരുന്ന പ്രിയങ്കരനായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിൻ്റെ 3ാം ചരമവാർഷിക ദിനം ഇന്നിവിടെ ആചരിക്കുകയാണ്. എനിക്ക് മുമ്പ് സംസാരിച്ചെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികവാർന്നതും ജനങ്ങളെ ആകർഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യേക സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ച് ഒക്കെ സംസാരിക്കുകയുണ്ടായി. പാർട്ടി പ്രവർത്തകർക്ക് ഉള്ള അനുഭവം നമുക്കുള്ളൂ. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിര്യാതനായ ശേഷം തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തെ പുതുപ്പള്ളിയിലേക്ക് വരുമ്പോൾ വഴിനീളെ എത്ര മണിക്കൂറുകൾ കൊണ്ടാണ് ഇവിടെ എത്തിയെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. പ്രവർത്തകർ നമ്മുടെ ലോകം കണ്ടതിൽ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് നമ്മുടെ കേരളം തെളിയിച്ചു കഴിഞ്ഞതാണ്. ഉമ്മൻചാണ്ടി 3 വർഷമായിട്ട് മരിച്ചു പോയിട്ട് പോലും ഈ ലോകം, കേരളം പൂർവാധികം ശക്തിയോടെ ഉമ്മൻചാണ്ടിയെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്.
വീടുകളെ ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. ഏറ്റവും പുതിയ ഗിഫ്റ്റ് ഐറ്റങ്ങളുടെയും അടുക്കള ഉപകരണങ്ങളുടെയും വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഗൃഹലക്ഷ്മിയിൽ മാത്രം. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, മിക്സി, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സ്റ്റീൽ ഐറ്റംസ്, അലുമിനിയം, പ്ലാസ്റ്റിക്, സെറാമിക്, ബ്രാസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ക്വാളിറ്റി പ്രോഡക്ട്സ്, ബെസ്റ്റ് സർവീസ്, ഫെസ്റ്റിവൽ ഓഫേഴ്സ്. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി.